ഓക്കെ, അപ്പോൾ ടൈം റിവേഴ്സൽ ഓഫ് എ സിഗ്നൽ എന്താണ്? ഒരു സിഗ്നൽ തന്നിട്ട് അതിനെ ടൈം റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ തന്നെന്ന് വിചാരിക്കുക. ഒരു സാമ്പിൾ സിഗ്നലാണ്, ആംപ്ലിറ്റ്യൂഡ് 4, 0, 1. ഇത് ടൈം ആക്സിസ്, ആംപ്ലിറ്റ്യൂഡ് ആക്സിസ് 1, 2, 3, 4, 5. ഈ ഒരു സിഗ്നലിനെ ടൈം റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഉള്ളതിനെല്ലാം നെഗറ്റീവ് എടുക്കുക. സ്കെയിലിൽ എക്സ് ആക്സിസിൽ പോസിറ്റീവ് ഉള്ളതിനെല്ലാം നെഗറ്റീവ് ഇടുക, നെഗറ്റീവ് ഉള്ളതെല്ലാം പോസിറ്റീവ് ആക്കുക. ഇപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് എക്സ് ആക്സിസിൽ പോസിറ്റീവ് ഉള്ളതെല്ലാം നെഗറ്റീവ് ആക്കാം. -1, -2, -3, -4, -5. ഇനി നെഗറ്റീവ് സൈഡിലുള്ള സാധനമെല്ലാം എക്സ് ആക്സിലുള്ള സാധനമെല്ലാം പോസിറ്റീവ് ആക്കുക. +1, +2. ഓക്കെ, അപ്പൊ ഉത്തരമായി. ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദാറ്റ് സിമ്പിൾ. പക്ഷെങ്കിലും ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് ആണ് ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ പോസിറ്റീവും ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും ആണ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും റൈറ്റ് സൈഡിൽ പോസിറ്റീവും ആക്കിയിട്ട് റീഡ്രോ ചെയ്യാം. -1, -2, 0, 1, 2, 3, 4, 5. ഓക്കെ, -3, -4, -5. ഓക്കെ, ഇനി ഇവിടെ സിഗ്നൽ ഇവിടുന്ന് മുതൽ ഇവിടെ വരെയാണ്. അപ്പൊ എക്സ് ആക്സിസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് ഓർക്കണം. 0-ൽ 0 തന്നെയാണ്. ഇനി -1-ലാണെങ്കിലോ 4. -1-ൽ ഇവിടെ ഒരു 4 മാർക്ക് ചെയ്യുക. -1-ൽ 4, -2-ലും 4 ആണ്, -2-ൽ 4, -3-ലും 4 ആണ്, -3-ലും 4, -5-ലാണെങ്കിൽ 0 ആണ്. ഓക്കെ, -4-ലും 0, -5-ലാണെങ്കിൽ 0. ഇനി ഈ ഡോട്ട്സ് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ ആയില്ലേ, ടൈം റിവേഴ്സ്ഡ് സിഗ്നൽ, ഫൈനൽ ആൻസർ ആയി. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇനി വേറൊരു ചോദ്യം ഇടാം. അപ്പോൾ വേറൊരു ചോദ്യമാണ്, -1, 0, 1, 1, 2. ഇതൊരു ആംപ്ലിറ്റ്യൂഡ് ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു ജസ്റ്റ് ഒരു ആംപ്ലിറ്റ്യൂഡ് കൊടുക്കുകയാണ് എ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതിനെ ടൈം റിവേഴ്സ് ചെയ്യണം. നമ്മൾ എക്സ് ആക്സിസ് നോക്കുക, അതിൽ നെഗറ്റീവ് ഉള്ളതിനെല്ലാം പോസിറ്റീവ് ആക്കുക. -1-നെ പോസിറ്റീവ് 1 ആക്കുക. ഇനി പോസിറ്റീവ് ഉള്ളതിനെല്ലാം നെഗറ്റീവ് ആക്കുക. +1-നെ -1 ആക്കുക, +2-നെ -2 ആക്കുക, +3-നെ -3 ആക്കുക, +4-നെ -4 ആക്കുക, +5-നെ -5 ആക്കുക. ഉത്തരായി. പക്ഷെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആണ് വരേണ്ടത്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ആണ് വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യാം. സെയിം സാധനമാണ്, അതിനെ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് റീഡ്രോ ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് റീഡ്രോ ചെയ്യാണ്ട. ഓക്കെ, അപ്പോൾ ഈ സിഗ്നല് മൈനസ് സൈഡിലേക്ക് -5 വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് മൈനസ് ആക്സിസിൽ നമ്മൾ -5 വരെ മാർക്ക് ചെയ്യണം. ഓക്കെ, -1, -2, -3, -4, -5. പിന്നെ പോസിറ്റീവ് ആക്സിസിലേക്ക് ഈ സിഗ്നല് +1 വരെ പോകുന്നുള്ളൂ. അപ്പൊ +1 വരെ മാർക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാം +1-ൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എ,
0 എ, -1 എ, -1 എ, അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ. അപ്പൊ -2 0, -3 0, -4 എ, -4 എ, -5 എ. ഓക്കെ ഓക്കെ, -5 0 ആണ്, -4 0 എ. -5 ശരിക്കും ഇത് 2 പോയിന്റ് ആണ്, പക്ഷേങ്കിലും ഇതിന് സാധാരണ എ ആയിട്ടാണ് എടുക്കുക. ഇനി ഡോട്ട്സ് ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ടൈം റിവേഴ്സ്ഡ് സിഗ്നൽ. അപ്പൊ ടൈം റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇക്വേഷൻ ഉണ്ടാവും, എക്സ് ഓഫ് ടി ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ നമുക്ക് 2t എന്ന് എടുക്കുക. അപ്പൊ ടൈം റിവേഴ്സ്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എക്സ് ആക്സിസ് നേരെ തിരിച്ചിട്ടാണ് ഉണ്ടാവുക. ടിക്ക് പകരം -t ആണ് ഉണ്ടാവുക. ഓക്കെ, ടൈം റിവേഴ്സ്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ടിക്ക് പകരം -t ഇട്ട് കൊടുക്കുക, 2 -t. അപ്പൊ ടൈം റിവേഴ്സ്ഡ് സിഗ്നൽ എന്താണ്, -2t എന്നായി. ഇപ്പൊ ഒരു സിഗ്നൽ വരികയാണ്, എക്സ് ഓഫ് ടി ഈക്വൽ ടു 2t + 3t. അപ്പൊ ഇതിന്റെ ടൈം റിവേഴ്സ്ഡ് സിഗ്നൽ എങ്ങനെയാണ് കണ്ടെത്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ടൈം റിവേഴ്സ്ഡ് സിഗ്നൽ y ഓഫ് ടി ഈക്വൽ ടു ടിക്ക് പകരം -t ഇട്ട് കൊടുക്കുക, 2 ഓഫ് -t, t റീപ്ലേസ് t വിത്ത് -t. അപ്പൊ -2t -3t കിട്ടി. ഓക്കെ, -5t. ഒരു സിഗ്നൽ തന്നിട്ട് ഇക്വേഷൻ ആണേ പറയുന്നത്, ഇക്വേഷന്റെ കാര്യം. ഇത് നേരത്തെ ഫിഗർ തന്നാലേ എങ്ങനെയാണ് ടൈം റിവേഴ്സ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു ഇക്വേഷൻ തന്നിട്ട് അതിനെ ടൈം റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം, എക്സ് ഓഫ് ടി ഈക്വൽ ടു 2t² + 3t. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു, ഇതിനെ ടൈം റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആണ്. റീപ്ലേസ് ടി വിത്ത് -t. എവിടെയൊക്കെ ടി ഉണ്ടോ അവിടെ -t ആക്കുക. 2t² -t the whole square ആയി. 3t 3 ഓഫ് -t ആയി. അപ്പോ സ്ക്വയറിന്റെ ഉള്ളിൽ മൈനസ് ഇട്ട് കഴിഞ്ഞാല് ഇറ്റ് ഹാസ് നോ എഫക്റ്റ്. നമുക്കറിയാം -3ന്റെ സ്ക്വയർ എത്രയാണ്, 9 ആണ്. 3ന്റെ സ്ക്വയർ എത്രയാണ്, അതും 9 ആണ്. അപ്പൊ മൈനസ് സ്ക്വയറിന്റെ ഉള്ളിൽ വരുമ്പോ ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പൊ 2t² -3t ആയി. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ് ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മളടുത്ത് ഒരു ഡയഗ്രാം വന്നിട്ട് അതിനെ ടൈം റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് ആക്സിസിലുള്ളതിനെ പോസിറ്റീവ് ആയതിനെ നെഗറ്റീവ് ആക്കുക, പോസിറ്റീവ് ആയതിനെ നെഗറ്റീവ് ആക്കുകയും നെഗറ്റീവ് ആയതിനെ പോസിറ്റീവ് ആക്കുകയും ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും റൈറ്റ് സൈഡിൽ പോസിറ്റീവും വരുന്ന രീതിയിൽ, സ്റ്റാൻഡേർഡ് രീതിയിൽ. അതേപോലെ തന്നെ ഒരു ഇക്വേഷൻ വന്നിട്ട് അതിനെ ടൈം റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. റീപ്ലേസ് ടി വിത്ത് -t. ടൈം റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ അത് തന്നെയാണ്. ടൈം ആക്സിസ് തലതിരിയും, റിവേഴ്സ് ചെയ്യും, ടിക്ക് പകരം -t ആവും, അത്ര തന്നെ. അങ്ങനെ ആലോചിച്ച് പഠിച്ചാൽ മതി, വളരെ സിമ്പിൾ ആണ്.